നാളെയിൽ വലിയവൻ വരാനിരിക്കുന്നു. എന്താണ്? ഏകീകൃത സിവിൽ കോഡിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയാണെന്നല്ല. ഏകീകൃത സിവിൽ കോഡിലേക്ക് പോയാൽ ഇവിടെ ശവസംസ്കാരം നടത്തുന്നത് ഒരു രീതിയിലായിരിക്കണം. ഇവിടെ ക്രിസ്ത്യാനി അവന്റെ കുഴിമാടത്തിൽ കുടിച്ചിരുന്നു, അവന്റെ ഒപ്പീസ് ചൊല്ലി. മുസ്ലിങ്ങളെ മയ്യമടക്കുന്നതിന് എന്റെ നടപടിക്രമങ്ങളുണ്ട്. ഹിന്ദുവാദത്തിനുള്ള നടപടി ഇതെല്ലാം ഒരുപോലെ കത്തിക്കണമെന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവൻ പോകുന്നത് വരെ ആ കബർസ്ഥാനുകളെ ആചാരങ്ങളെ തൊടാൻ അനുവദിക്കുന്നത് പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റവും മാർഗവും ഉണ്ടാവണം. ആ പോരാട്ടത്തിൽ മുതുകത്ത് വെടികൊണ്ട് ചാവരുത്. ഏത് പട്ടാളം വന്നാലും നെഞ്ചത്തെ കൊണ്ട് ചാവാവൂ. പോർക്കളത്തിൽ പിന്തിരിഞ്ഞോടുന്നവന്റെ മുതുകത്താണ് വെടികൊള്ളുന്നത്. നേരെ നിൽക്കുന്നവന്റെ നെഞ്ചത്തെ കൊള്ളൂ. അതിന്റെ തുടക്കമാണ് റാവത്തിനെ പിടിച്ച് മൊത്തം കിടയിപ്പിച്ചത്. മീററ്റിലെ SP പറഞ്ഞു, എന്തോ പറഞ്ഞപ്പോ പോയി പാകിസ്ഥാനിൽ പോയിടാത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട്. ഇന്ത്യയിൽ കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങളാണ്. അതിന്റെ 3ന്റെയും കൂടെ ചുമതല ഒരുത്തിന് കൊടുത്തിരിക്കുന്നു റാവത്തിന്. ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. റാവത്ത് കാക്കി പാന്റും വെള്ള ഉടുപ്പിട്ടിരിക്കുന്നു, RSSന്റെ വേഷത്തിൽ. കരസേനാ മേധാവി വെക്കിയല്ലെന്താ ഉറപ്പ്? വെടി മീററ്റിൽ 8 വയസ്സുള്ള കുഞ്ഞിന് നേരെ വെടിവെക്കല്ലെന്താ ഉറപ്പ്? ആ വെച്ചവൻ പറഞ്ഞതാണ് എല്ലാവരും പാകിസ്ഥാനിൽ പോക്കണം. അപ്പൊ ഏകീകൃത സിവിൽ കോഡിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ ഇത് തടുക്കാൻ നമുക്ക് പറ്റണം. ഇതിന്റെ അപകടത്തിൽ മറ്റൊരു കാര്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ മഹാത്മാഗാന്ധിയെ കൊന്നത് നാഥറാം വിനായക് ഗോഡ്സെയാണ്. വെടിവെച്ച് കൊന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് ഗാന്ധിയോട് വലിയ ആരാധനയാണ്, പക്ഷെ ഇതിൽ ഹിന്ദു രാഷ്ട്രമാക്കാൻ സമ്മതിക്കാത്തത് അയാളാണ്, അതുകൊണ്ടാണ് അയാളെ വെടിവെച്ചു. ആ പാവത്തിനെ വെടിവെച്ച് കൊന്നിട്ട് പറഞ്ഞതാണ്. പക്ഷേ ജയിലിൽ തൂക്കിക്കൊല്ലുന്നതിനും അയാൾ അയാളുടെ സഹോദരനെ ജയിലിലേക്ക് വിളിപ്പിച്ചു. അയാളുടെ പേര് ഗോപാൽ ഗോഡ്സെ എന്നാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ തൂക്കിക്കൊന്ന് എന്നെ സംസ്കരിക്കണം ആചാരമനുസരിച്ച്. ആ ചിതാഭസ്മം നീ സൂക്ഷിച്ചു വെക്കണം. നിന്റെ കാലത്ത് ഒരു ഹിന്ദുരാഷ്ട്രമാവോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിന്റെ കാലം കഴിഞ്ഞാൽ നിന്റെ അടുത്ത അവകാശി ഏൽപ്പിക്കണം. അന്നും ഹിന്ദുരാഷ്ട്രമായെന്നിരിക്കില്ല, തൊട്ടടുത്ത അവകാശി ഏൽപ്പിക്കണം. അതുമായെന്നിരിക്കില്ലെങ്കിൽ അടുത്ത അവകാശി ഏൽപ്പിക്കണം. ഇതൊരു ഹിന്ദു രാഷ്ട്രമാകുമ്പോഴേ എന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടാണ് ഗോഡ്സെ മരിച്ചത്. ആ ചിതാഭസ്മം ഇപ്പോഴും ഇരിപ്പുണ്ട് മഹാരാഷ്ട്ര സംസ്ഥാനത്തിനടുത്ത്. അവിടെ RSS ആസ്ഥാനത്ത് നാഗപ്പൂരിലെ പൂനെയിലെ ഒരു RSS കാര്യാലയത്തിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് ആ ചിതാഭസ്മം അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നടത്തിയിട്ട് നിമഞ്ജനം ചെയ്യാൻ അതിലേക്കാണ് ഇത് അവിടേക്കാ പോകുന്നത്. അപ്പൊ നിങ്ങൾ മുമ്പേ പറഞ്ഞു, റഷീദ് ഒമ്പർ പറഞ്ഞ കണക്ക് പറഞ്ഞു, ഇപ്പൊ എനിക്ക് കുഴപ്പമില്ലെന്ന് ഉടനെ സൂചിക്കൊന്നും വേണ്ട, പരിപാടിയുണ്ട്. കഴിഞ്ഞ കേരള നിയമസഭയിലും പാർലമെന്റ് വിഷയങ്ങൾ വന്നേതാ പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളുടെ സംവരണം നീട്ടുന്നു 10 കൊല്ലത്തേക്ക്. അല്ലേ? നീട്ടി, ഒരു തീർപ്പില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതോടൊപ്പം കേന്ദ്ര പാർലമെന്റ് ഒരു നിയമം കൂടി പറഞ്ഞമാരുത്. എന്താ? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്ന ബില്ല് കൂടി വരണം. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നോമിനേഷൻ അവസാനിപ്പിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുണ്ട് നോമിനേറ്റഡ്, ഇനി മുതലില്ല. ഇതുവരെ PSC പരീക്ഷയ്ക്കോ കിസിനോ നമ്മുടെ ഇപ്പോഴത്തെ രാജ്യസഭാംഗ സുരേഷ് ഗോപി കയറി ഇങ്ങനെ ഒരു പരിപാടിയല്ലോ കോടീശ്വരൻ, അതിൽ ചോദ്യം ചോദിക്കും ഇന്ത്യൻ പാർലമെന്റിൽ എത്ര അംഗങ്ങളാണെന്ന് ചോദിച്ചാൽ 545 എന്ന് പറയുമായിരുന്നു ബിനോക്കിയിലെ. ഇനി 545 പറഞ്ഞാൽ 0 മാർക്ക്, പൈസ പോകും. എത്ര ഇപ്പൊ ഇനി വരാമെന്ന് 543. 2 കണ്ടില്ല. ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ഹിറ്റ്ലറാണ് ഏറ്റവും വലിയ ഭീകരത നടത്തിയത്. ഹിറ്റ്ലർ ഭീകരത നടത്തിയപ്പോൾ നിങ്ങൾ കാണേണ്ട കാര്യം ഇതുപോലാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയി തള്ളുകയായിരുന്നു. അയാൾക്ക് ബോഡിയെ കിടന്നൊരു വാളുണ്ടായിരുന്നു. ട്രെയിനുകൾ വരുമ്പോ ഡെത്ത് ഗേറ്റിൽ കൂടിയാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അവിടെ വൃദ്ധരെ മാറ്റും, അവരെ അന്നേരം തന്നെ ഗ്യാസ് ചേമ്പറിലേക്ക് വിടും. സ്ത്രീകളെ പട്ടാളക്കാരുടെ ഉദ്ദിഷ്ട കാര്യത്തിൽ വിടും. കുഞ്ഞുങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിരുന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ശസ്ത്രക്രിയയാണ്. മരവിപ്പിച്ചിട്ടോ മയക്കിട്ടോ അല്ല, ജീവനോടെ സയാമീസ് ഇരട്ടകളെ ഉണ്ടാക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ കണ്ടിച്ചിട്ട് കുത്തിക്കെട്ടി വെച്ചിട്ട് ഒന്നിച്ചിരിക്കുമെന്ന് പരിശോധിച്ചു. ആഹാരം കൊടുത്തില്ല. അവസാനം 2000 പേരടങ്ങുന്ന ഒരു പറ്റത്തെയാണ് അവസാനം മരിക്കുക ഒരു പരുവമാകുമ്പോ ഇവരെ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഈ പാവങ്ങൾ ജീവിക്കാമെന്ന് പറഞ്ഞ് വന്നാണ് ഉടുതുണി എടുത്തുണ്ട്. അപ്പൊ പറയുന്നത് ഷവറിന്റെ കീഴിൽ നിർത്തി കുളിപ്പിക്കാനാണ് പോകുന്നത്. നിങ്ങൾ എത്ര യാത്ര ചെയ്ത് വന്നല്ലേ അണുബാധ ഉണ്ടാകും. അതുകൊണ്ടാണ് വിവസ്ത്രരാക്കി ഈ പാവങ്ങളെ 2000 പേരെ കൊല്ലുന്ന ക്യാമ്പിലേക്ക് കയറ്റുകയാണ്. ആ ക്യാമ്പിൽ ഗ്യാസ് ചേമ്പറിൽ അവരെ പുകച്ചു കൊന്നു, പുകച്ച് നശിപ്പിച്ച് കൊന്നു.
അവസാനം ക്യാമ്പെല്ലാം പിരിച്ചു വിട്ടപ്പോ 18,000 പേരാണ് ക്യാമ്പിലുണ്ടായിരുന്ന റഷ്യൻ സൈന്യം മോചിപ്പിക്കുമ്പോൾ. അതിൽ നിന്ന് ആകെ 12,000 പേരൂടെ യാത്രയിൽ മരിച്ചു. 6,000 പേരെ കിട്ടി. അവിടെ നടത്തിയ ഭരണമാണ്. അതുപോലെ ഇന്ത്യയിലെ ഹിറ്റ്ലറാണ് മോഡി ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനാണ്. അതുണ്ടാകാതിരിക്കണം, അതിനെതിരായ പോരാട്ടം നടത്തണം. ആ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം എന്നും എന്നെ പോലുള്ളവരും ഈ നാട്ടിലെ ജാതി മത വിഭാഗത്തിന് അതീതമായുള്ളവരും എല്ലാ സർവ്വരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും ഉണ്ടാകും. പ്രിയപ്പെട്ട മോഡി, അമിത്ഷാ, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാരഥന്മാർ ഈ രാജ്യം ഭരിച്ചിരുന്നു. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഈ മഹാരഥന്മാരും ഭരണഘടനാ വിദഗ്ധരും മണ്ടന്മാരായതുകൊണ്ടല്ല ഇതൊന്നും കൊടുത്തത്. കേരളത്തോടൊന്നും ആരും ചോദിച്ചില്ല നിങ്ങൾ എങ്ങോട്ട് ചേരുന്നുവെന്ന്. നമ്മളൊക്കെ ഇന്ത്യക്കുള്ളിൽ ചേരുകയായിരുന്നു. കർണാടകത്തോടും ആന്ധ്രയോടും ഒന്നും ചോദിച്ചില്ല. അന്ന് പ്രധാനമായി ബ്രിട്ടീഷുകാരൻ ചോദിച്ച സ്റ്റേറ്റ് ജമ്മു കാശ്മീർ ആയിരുന്നു. കാരണം വിഭജിക്കപ്പെട്ട പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ഇന്ത്യൻ യൂണിയനിൽ നിൽക്കുന്നോ പാകിസ്ഥാനിൽ ചേരുന്നോ എന്ന് ചോദിച്ചു. അതോ സ്വതന്ത്ര രാജ്യമാകുന്നു എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വവും അവിടുത്തെ ജനങ്ങളും പറഞ്ഞു, ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങൾ ഇന്ത്യയിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോ പണ്ഡിതാഗ്രേസനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തു. ഇത്രത്തോളം ദേശസ്നേഹപരമായ പ്രവൃത്തി എടുത്ത നിങ്ങളുടേതാണ് ഈ മണ്ണ്, ഇവിടുത്തെ ജോലിയും നിങ്ങളുടേതാണ്, അല്ലാതെ ചുമ്മാതെ 370 ഭരണഘടന അവർക്ക് അങ്ങ് അനുവദിച്ചു കൊടുത്തതല്ല. കാശ്മീർ, ജമ്മു കാശ്മീരിൽ പുറത്തുനിന്ന് ചെല്ലുന്ന നമ്മളിൽ ഒരാൾക്ക് പോലും 1 സെന്റ് വസ്തു മേടിക്കാൻ കഴിയില്ല. അവിടുത്തെ ഉദ്യോഗങ്ങളിൽ അവിടുത്തുകാർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. അത് ആ നാടിന് കൊടുത്ത സംരക്ഷണമാണ്. മറ്റ് രാജ്യങ്ങളുടെ ഭീഷണി നേരിടാൻ കൊടുത്ത സംരക്ഷണമാണ്. ആ നാട് ഇന്ത്യയോട് ചേർന്നതിന് അവിടെ കൊടുത്ത പ്രത്യുപകാരമാണ്. അവിടെ 370 ഭരണഘടനാ ഭേദഗതി റദ്ദ് ചെയ്തത് അവിടെ മുസ്ലിം മതസമൂഹം കൂടുതലായതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന് തൊട്ടു താഴെയിലെ ആർട്ടിക്കിൾ 371 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പ്രത്യേക പദവിയാണ്. എന്താ 370 റദ്ദ് ചെയ്ത് നിങ്ങൾ 371 റദ്ദ് ചെയ്യാത്ത? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷം അല്ല. വളരെ വ്യക്തമാണ് കാര്യം. അവിടെ തുടങ്ങി. പക്ഷേ അവിടെ ഇത് തുടങ്ങിയപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ, ഞാൻ പറയുന്നു, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉൾപ്പെടെ ഈ രാജ്യത്ത് തീവ്രമായ സമര പോരാട്ടങ്ങളിലേക്ക് പോകാൻ തയ്യാറായില്ല എന്ന് വേദനയോടെ പറയുന്നവനാണ് ഞാൻ. അന്നത് ചെയ്തെങ്കിൽ ഇന്നത് വരില്ലായിരുന്നു. ഇവിടെ ഈ നിയമം അങ്ങനെ നടപ്പിലാക്കി ഇന്ത്യയുടെ പാർലമെന്റ് കൂടുന്നു. എന്നേക്കാൾ വിദഗ്ധമായി അറിയാവുന്ന ആളിവിടെയുണ്ട്. ആ പാർലമെന്റ് കൂടുമ്പോ ആദ്യം എന്താ ചെയ്യുന്നത്? അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, 2 രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, അത് കഴിഞ്ഞാൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ച, സഭ പിരിയുകയാണ്. പുതിയതായി അവിടെ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കൊടുക്കും. അതിനുശേഷം 1 മാസം കഴിഞ്ഞാണ് സാധാരണ പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത്. അവിടെ പാർലമെന്റ് സമ്മേളനം നീട്ടി ഒരാഴ്ച, വീണ്ടും ഒരാഴ്ച കൂടി നീട്ടി. MP-മാർക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല. ഒടുക്കം പറഞ്ഞു കാശ്മീർ വിഭജനത്തിന്റെ അജണ്ട MP-മാരുടെ ഫ്ലാറ്റുകളിൽ എത്തുകയാണ്. ആ ഫ്ലാറ്റുകളിലെത്തി കാശ്മീരിനെ വിഭജിക്കുന്നു, കാശ്മീരിനെ ഇല്ലാതാക്കുന്നു, ആ സംസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ രാജ്യത്തെ നിയമത്തെയും നീതിയെയും ഭരണഘടനയും അനുസരിക്കാനുള്ള ബാധ്യതയുള്ളൂ. ഭരണഘടന തെറ്റായി, നിയമവും നീതിയും തെറ്റായി വ്യാഖ്യാനിച്ച് ഇത് അംഗീകരിക്കണമെന്നാ പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട സമൂഹമായി നിൽക്കാനുള്ള ബാധ്യത ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. ഞാൻ ചോദിക്കുന്നു, പാർലമെന്റ് കൂടുമ്പോൾ അവിടെ വലിയ ചർച്ചകൾ നടക്കാറില്ല. ബില്ലുകളും നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ പാർലമെന്റിന്റെ സബ് കമ്മിറ്റികളുണ്ട്, അതിലെല്ലാ കക്ഷിയുടെയും ആളുകളുണ്ടാവും. ആ പാർലമെന്റിന്റെ സബ് കമ്മിറ്റികളാണ് ഈ ബില്ലുകൾ പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, അമെന്റ്മെന്റുകൾ നിർദ്ദേശിക്കുന്നത്. അന്ന് പാർലമെന്റിന്റെ സബ് കമ്മിറ്റി ഇന്ത്യയിൽ എടുത്തിരുന്നോ? എടുത്തില്ല. ആ എടുക്കാതെ ഈ കള്ളത്താടി മോഡിയും മൊട്ടത്തലയും അമിത്ഷായും കൂടി നടത്തിയ നിയമം അംഗീകരിച്ചു കൊടുത്തവരാണ് നമ്മൾ. അത് അംഗീകരിച്ചു കൊടുത്തതിന്റെ തിക്തഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. കാശ്മീർ തൊട്ട് കഴിഞ്ഞ തൊട്ട് പറയുന്നതാ വരുന്നു. അടുത്ത എന്താ? പൗരത്വം. രാഷ്ട്രപതി ഒപ്പിട്ടെ, രാഷ്ട്രപതി എന്തുകൊണ്ടാ ഒപ്പിട്ടെ? ഈ രാജ്യത്തെ പ്രഥമ പൗരൻ രാംനാഥ് കോവിന്ദ്, സംഘപരിവാർ. തൊട്ടടുത്തത് വെങ്കയ്യ നായിഡു, സംഘപരിവാർ. പ്രധാനമന്ത്രി, സംഘപരിവാർ. സ്പീക്കർ, സംഘപരിവാർ. നിങ്ങൾ കേട്ടിട്ടോ? സഭയില് നിങ്ങൾ വെച്ച് കാണണം, സഭയുടെ TV ഉണ്ട്. ഓം ബിർള എന്ന് പറയുന്ന സ്പീക്കർ കസേരയിലേക്ക് വന്നിരിക്കുമ്പോ അവിടെ വിളിയുണ്ടെന്ന് അറിയോ? ജയ് ശ്രീറാം. ഇന്ത്യൻ പാർലമെന്റിൽ വിളിക്കുന്ന മുദ്രാവാക്യമാണ് സ്പീക്കർ വരുമ്പോ ജയ് ശ്രീറാം.
സഭയിലിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണം നോക്കുമ്പോ കാൽഭാഗത്തോളം കാഷായ വസ്ത്രധാരികളായ ആളുകളാണ്. സന്യാസികൾ എന്ന് വെച്ചാൽ സർവസംഘ പരിത്യാഗികൾ എന്നാണ് അവർ സഭയിൽ നിന്ന് വിളിക്കേണ്ടത്. ജയ് ശ്രീറാം. പൗരത്വ ബില്ല് കൊണ്ടുവന്നു, പ്രശ്നമാവുന്നു. പക്ഷേ ഇത് വന്നപ്പോ ഇവിടുത്തെ ജനമുണർന്നു, രാഷ്ട്രീയ പാർട്ടികളുണ്ടെന്നു, പ്രതിപക്ഷ പാർട്ടികളുണ്ടെന്നു, ജനങ്ങൾ മുഴുവൻ സമരത്തിന് നേതൃത്വം കൊടുത്ത ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ് മുന്നിൽ നിന്ന്. അതാണ് JNU കത്തിപ്പെടുന്നത്, അതാണ് ജാമിയ മിലിയയിൽ കത്തിപ്പെടുന്നത്. ഓരോ യൂണിവേഴ്സിറ്റികളും ഈ സമരം കത്തിപ്പെടുന്നപ്പോ അതിന്റെ നേതൃത്വത്തിലെ ആളുകൾ അടിയണിയായി ഇറങ്ങിയത്. ആ സമരമാണ് ഇവിടെ നടന്നത്. ആ സമരം നടക്കുമ്പോ ആ പ്രക്ഷോഭത്തിൽ ആ പൗരത്വ ബില്ലിൽ അപകടം പതിയിരിക്കുന്നു. എന്താ പറഞ്ഞേ? നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു. കുറച്ച് ആളുകൾക്കൊന്നും കുഴപ്പമില്ല, ചില ആളുകൾ കുഴപ്പമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കൂവക്കാട് എസ്റ്റേറ്റ്, പുല്ലൂർ കുളത്തൂപ്പിടങ്ങളെല്ലാം പോയിട്ടുള്ളതാണ്. അവിടെ ശ്രീലങ്കൻ തമിഴ് വംശജരെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കുടി അവിടെ പാർപ്പിച്ചിരിക്കുക. അവർക്കുള്ള കാര്യം ഇല്ലി പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കൂവക്കാട്ട് കിടക്കുന്ന ഈ പാവപ്പെട്ട തമിഴന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിടും? എന്താ വേണ്ടാത്തത്? അവരുടെ മക്കളും കൊച്ചുമക്കളും ഇവിടെ താമസിക്കുകയാണ് കൂവക്കാട് എസ്റ്റേറ്റിൽ. ഇവിടെ അടുത്ത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ്, പറഞ്ഞു വിടാൻ കഴിയും. ബില്ലിന് വ്യക്തതയില്ല. പക്ഷെ ഇപ്പൊ ചട്ടങ്ങൾ തുടങ്ങിയിരിക്കുന്നു. വീണ്ടും അടുത്ത പടിക്ക് എന്തിനാ? ഇവിടെ വിഷയങ്ങൾ ഉണ്ടാവണം, കുഴപ്പങ്ങൾ. പക്ഷേ ഇതിന്റെ മറവിൽ രാജ്യം വിറ്റു തൊലയ്ക്കുകയാണ്. ആകാശം വിറ്റു, അതായത് നമ്മുടെ വിമാന കമ്പനികൾ. ഭൂമി വിറ്റു, സകല പൊതുമേഖലാ സ്ഥാപനങ്ങളും പെട്രോളിയം കമ്പനി ഉൾപ്പെടെ വിറ്റു. ഇയാൾ ആദ്യം പ്രധാനമന്ത്രിയായപ്പോ പാർലമെന്റിലേക്ക് കയറിയിട്ട് കാര്യം ചെയ്തു. പാർലമെന്റിനെയും മണ്ണിനെയും തൊട്ടു തൊടുന്നു. ഞാൻ വിചാരിച്ചു മണ്ണിനോടുള്ള സ്നേഹം ഉണ്ടാകും. എനിക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായി മോഡി ചെയ്തത്. എടാ, ഇനി എനിക്ക് വിൽക്കാൻ പാതാളം കൂടെ വേണം എന്ന് തീരുമാനിച്ചു. ഇങ്ങനെയുള്ള ഭരണാധികാരികളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുവാനുള്ള ജനശക്തിയും ജനങ്ങളുടെ പാർലമെന്റുമാണ് ഈ നടക്കുന്നത്. ഞാനിതിനെ പാർലമെന്റായ കാണുന്നത്. ഇന്ത്യൻ പാർലമെന്റ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ പാസാക്കിയാൽ അതിനെ നേരിടാനുള്ള ജനകീയ പാർലമെന്റാണ് ഇന്ന് ഈ രാജ്യം മുഴുവൻ നടക്കുന്നത്. ആ പാർലമെന്റിന്റെ ചെറിയൊരു സെഷനാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ ഇച്ചിരി സന്തോഷത്തിലാണ്. റഷീദ് ഉമർ ഞാനായിട്ട് ഇച്ചിരി സൗഹൃദമുള്ള ആളാണ്. എന്റെ വീടിച്ചിരി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുക. ഇവിടുന്ന് പോവുകയെന്നാ ഞാൻ എന്നെ അവിടെ താമസിക്കാൻ നോക്കണം. റഷീദ് ഉമർ പുന്നമൂട്ടില്, കാരണം എന്തായാലും കളഞ്ഞു പോയല്ലേ പറ്റൂ. അപ്പൊ വെറുതെ ഒരു ഉപകാരം എനിക്കിരിക്കട്ടെ. എന്റെ ഒരു സുഹൃത്തുണ്ട് കാമനാകുളത്ത്, ബഷീർ, ചായക്കട. ബഷീറിനോട് ഞാൻ പറഞ്ഞു, ബഷീറെ, നീ അവിടെ പോയിട്ട് എന്റെ കട എവിടെ ഉണ്ടെന്ന് എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. വിളിച്ചാൽ ഞാനും തീവ്രവാദിയാവും ഭീകരവാദിയാവും. ഫോണിൽ എന്നെ വിളിച്ച, കാരണം വേറെ രാജ്യത്ത് പോയി എന്ന് വിളിച്ചാൽ കുഴഞ്ഞില്ലേ. ഇന്നിപ്പോ പഞ്ചായത്ത് ഓഫീസിൽ അവിടെ നിന്നപ്പോ 77 വയസ്സുള്ള ഒരാള്, ശ്രീ ബാലേന്ദ്രൻ, അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാ എന്നോട് വെച്ച്, മെമ്പറെ വിവാഹം രജിസ്റ്റർ ചെയ്യണോ? ഭാര്യയ്ക്ക് 74. ഞാൻ ചോദിച്ചു, അതെന്ത്? ഞങ്ങൾ പള്ളിയിലെ രേഖയുള്ളൂ, അങ്കനവാടിയിലെ കൊച്ചുങ്ങള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് രേഖയൊക്കെ ചോദിച്ചു, ഇനി പറഞ്ഞു വിടാൻ വല്ലോ ആകുമ്പോ. മനുഷ്യന്റെ പേടി. അതുകൊണ്ടാണ് രാഹുൽ ബജാജ് പറഞ്ഞത്, രാജ്യത്ത് ഭയം വ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ വ്യവസായ പ്രമുഖൻ രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണെന്ന് പറഞ്ഞു.